അപ്പോൾ അതിനകത്ത് നമുക്കങ്ങനെ അവിശ്വസനീയമാണെന്ന് കരുതേണ്ട കാര്യമുണ്ട്. ഇതിപ്പോൾ ലോകത്ത് പലയിടത്തും ഉണ്ട്. ഇപ്പം വടക്കൻ കൊറിയൻ പ്രസിഡന്റ് കിമ്മിനെ പോലെ 7 പേരുണ്ടെന്നാണ് പറയുന്നത്. ചില സമയത്തൊക്കെ പ്രത്യക്ഷപ്പെടുന്ന കിം ഒറിജിനൽ കിം അല്ല, മറ്റൊരാളെ, അയാളുടെ രൂപസാദൃശ്യമുള്ള, അയാളെപ്പോലെ നടക്കുന്ന, അയാളെപ്പോലെ സംസാരിക്കുന്ന മറ്റൊരാളെയാണ് പലയിടത്തേക്കും അയക്കുന്നത്. ഇപ്പോൾ ഒരു വിദേശ രാജ്യത്തേക്ക് ടൂർ പോവുക, കിമ്മിന് ഭയങ്കര പേടിയാണല്ലോ. അതുകൊണ്ട് കിം വിമാനത്തിൽ പോകത്തില്ല, കിമ്മിന് സഞ്ചരിക്കാൻ വേണ്ടി ട്രെയിനാണ്. അങ്ങനെ കിം പോകത്തില്ല. ഇനി എവിടെയെങ്കിലും പോകും. ഇപ്പോൾ അമേരിക്കയിലേക്ക് കിമ്മിനെ, ബദ്ധവൈരികളാണല്ലോ അമേരിക്കയും വടക്കൻ കൊറിയയും. കിമ്മിനെ ക്ഷണിച്ചു, കിം പോകാൻ തീരുമാനിച്ചു. കിം അവിടെ വരുന്നു, ട്രംപുമായിട്ട് കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, വൈൻ കുടിക്കുന്നു, കരാറുകൾ ഒപ്പിടുന്നു ഒക്കെ നമ്മൾ വിഷ്വൽസ് കാണും. പക്ഷെ പോകുന്നത് കിം ആയിരിക്കത്തില്ല, മറ്റൊരാളായിരിക്കും. സ്റ്റാലിൻ്റെ കാര്യത്തിൽ ഇങ്ങനെയുണ്ടായിരുന്നു. ഒറിജിനൽ സ്റ്റാലിൻ വല്ലപ്പോഴും നമ്മൾ കാണുള്ളൂ. പലയിടത്തും കാണുന്നത് ഡ്യൂപ്ലിക്കേറ്റ് സ്റ്റാലിനാണ്. അത് ക്ലോൺ ആയിരുന്നില്ല. സ്റ്റാലിനെ പോലെ അല്ലെങ്കിൽ ലോകത്തെ പല നേതാക്കന്മാർ അവരുടെ ഡമ്മികളെ രംഗത്തിറക്കി. കാരണം ഇവർ ഒരുപാട് വലിയ അധികാര ദുർവിനിയോഗം നടത്തിയിട്ടുള്ള ആളുകൾക്ക് വലിയ ഭീരുക്കളും കൂടിയായിരുന്നു. അതുകൊണ്ട് അവരങ്ങനെ ചെയ്തിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.